സിരകൾ തോറും പടരും ലഹരി, സിരകൾ തോറും പടരും ലഹരി, മൃദുലരാഗാദ്രഭാവ സംഗമ സായുജ്യം. കുറച്ച് വെളിച്ചെണ്ണ കിട്ടിയിരുന്നെങ്കിൽ ഇതിന്റെ അകത്ത് തേച്ച് ഇതിനെ വളച്ച് താഴെ നിന്ന് കള്ളു ചെത്തായിരുന്നു. ജയന്റെ ഫിഗറടാ. അതാര് പറഞ്ഞത്? ഞാൻ തന്നെടാ. ഞാൻ എടാ പന നീയാണോ പറഞ്ഞത്? അല്ലാതെ എങ്ങനെയുണ്ട്? ശബ്ദവും കൂടി കറക്റ്റ് ജയനല്ലായിരുന്നോ? വന്ന് വന്ന് പന പേരെ എന്നെ ട്രോളാൻ തുടങ്ങി. എടാ ഒന്നുമല്ലെങ്കിൽ നമ്മൾ ഒരു അച്ഛന്റെ മക്കളല്ലടാ. അനാവശ്യം പറഞ്ഞാ നൊങ്കിനെറിയും കേട്ടോ ഞാൻ. അയ്യോ അനാവശ്യമല്ലടാ. എന്റെ അമ്മ എന്നെ അവിടെ പ്രസവിച്ച സമയത്ത് നിന്നെ അച്ഛൻ ഇവിടെ കൊണ്ട് നട്ടില്ലേ. അപ്പൊ നമ്മൾ സഹോദര സ്നേഹം അത് മനസ്സിലാക്കണം കേട്ടോ. നീ അവിടെ നിക്ക്. എനിക്ക് ഇവിടെ രണ്ടെണ്ണം പറയണം. എടി പനച്ചി, നീ ഈ മുടിയും തൂക്കിയിട്ടിട്ട് നീ ആരെ കാണിക്കാനാണ്? നിനക്ക് ഈയിടെയായിട്ട് ഒരു സൈഡ് വലിവുണ്ട്. നീ അവിടെ കിടന്ന് കയ്യും കാലും കാണിച്ച് ഈ ചെറുക്ക ഇവിടെ നിന്നുകൊണ്ട് വെള്ളം ഇറക്കി കള്ളി എത്താൻ കയറുമ്പോ അതിന്റെ അകത്ത് കള്ളില്ല. മാനം മര്യാദക്കാണെങ്കിൽ രണ്ടിനെ ഇവിടെ നിർത്തി, ഇല്ലെങ്കിൽ രണ്ടിനെ ഞാൻ വെട്ടിയും കളയും കേട്ടോ. പറഞ്ഞേക്കാം. നിനക്ക് പെണ്ണ് കിട്ടാത്തതിന് നീ എന്താ നമ്മളെ മണ്ടയിലൊന്ന് കയറണം? എനിക്ക് നല്ലൊരു പെണ്ണിനെ കിട്ടൂടാ. ചേച്ചി പത്തനംതിട്ട സൈഡിൽ ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ എന്റെ കാര്യം പറയാം കേട്ടോ. പയ്യൻ എന്താ ജോലി എന്ന് പറഞ്ഞാൽ എന്തോ പറയും? ചെത്തി നടക്കുവാണെന്ന് പറഞ്ഞേക്കണം കേട്ടോ. ഒരു സെറ്റപ്പ് ആവും. അങ്ങനെ കുറെ ആലോചന എനിക്ക് കിട്ടും. ദൈവമേ, കീടൻ സോമൻ അവൻ വന്നു കഴിഞ്ഞാൽ ഈ കള്ളും കുടിക്കും, ടച്ചിങ്സ് എന്ന് പറഞ്ഞ ഈ പനയും തിന്നും. എവിടെങ്കിലും കയറി ഒളിക്കണം. ദൈവമേ. ആഹാ, അവാർണേറ്റ് നടക്കുന്നുണ്ടോ? എന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, അവതാരിക ഇങ്ങനെ ഇത് ഗൗണ് മേടിച്ചോണ്ട് വന്നേക്കുന്നു. ഗൗണാ? ഇതപ്പോ അഴിഞ്ഞു പോയി. ചെയ്യേ, എന്റെ അനുവാദം ഇല്ലാതെ ഇളിന്ന് ഇങ്ങനെ അഴിഞ്ഞു പോകരുതെന്ന് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നറിയാമോ? എവിടെ പോവാ? ഞാൻ അമ്പലത്തിൽ പോയി ഒരു പ്രദർശനം വെച്ചിട്ട് വരുവാ. കണ്ടാലും പറയും മുഖത്ത് മൊത്തം ബിവറേജിന്റെ ബില്ലും. എവിടെ പോയിട്ട് വരുവാന്ന് പറ. സത്യം പറയട്ടാ, ഞാൻ പശുവിനെ കെട്ടാൻ പോയതാ. അങ്കി അവിടെ പോയി നിന്നോ. ഇങ്ങോട്ട് എന്തിനാ വന്നേ? ഇച്ചിരി കള്ളുകടാ. നിങ്ങൾ ഈ ഓസിന് ആൾക്കാരെ മേടിച്ച് കുടിക്കുന്നൊന്നും പരാതി ഉണ്ട് കേട്ടോ. ഈ കിഡ്നി അടിച്ചു പോകും, ഞാൻ പറഞ്ഞേക്കാം. എന്നെ കിഡ്നിയൊക്കെ സേവ് ചെയ്യാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. ഞാൻ അതിന് വേണ്ടിട്ട് വെൽ പ്ലാൻ ഉണ്ട്. എന്തോ ബുദ്ധി? ഞാൻ ഈ കിഡ്നി അങ്ങ് വിൽക്കും, അടിച്ചു പോണതിന് മുമ്പേ. ആ വിറ്റിട്ട് ആ കാശിനും കൂടി ഞാൻ അങ്ങ് കുടിക്കും. എന്തോ ഒരു മനുഷ്യനെന്ന് തോന്നുന്നു. ഈ പൈസ തീരുമ്പോ എന്തോ ചെയ്യും? പൈസ തീരുമ്പോ പിന്നെ വലിക്കാൻ അടുത്ത കിഡ്നി വെച്ചിരുന്നു, അതും വിൽക്കോടാ. ഈ നരഭോജി ഇരുന്ന് പറയണ കണ്ട. ആ പൈസ തിന്നു കഴിഞ്ഞാൽ ശരീരത്തിന്റെ ഓരോ പാർട്സ് ആയിട്ട് ഞാൻ ഇങ്ങനെ വിറ്റ് കുടിക്കും. വാ മാത്രം വിൽക്കത്തില്ല. എന്തിനാ? പിന്നെ കള്ളു കുടിക്കണ്ടേ? ഇച്ചിരി കള്ളുകാടാ. കള്ളില്ല, തരാനില്ല കള്ള്. ഇച്ചിരി താളെ ഇറക്കാ. ആ പാടെ കുറച്ച് കള്ളിരിപ്പുണ്ട്. അതാ സിസിലിക്ക് വേണ്ടിയാ. ആർക്ക്? സിസിലി, മറ്റേ സ്കൂളിന്റെ അവിടെയല്ലേ അവരുടെ ബന്ധുക്കളെങ്ങാണ്ട് വരുന്നത്. അപ്പൊ കള്ളപ്പം ഉണ്ടാക്കാൻ വേണ്ടി വെച്ചേക്കുവാണ്. അത് പറ. സിസിലിക്ക് വേണ്ടിയിട്ടാണ് കള്ള് വെച്ചിരിക്കുന്നത്. ചുമ്മാ അതല്ല, കഴിഞ്ഞ ആഴ്ച ഞാൻ ചന്തയിൽ വെച്ചുകൊണ്ടാവും നിന്നെ കുറിച്ച് സിസിലി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്തോന്ന് പറഞ്ഞത്? അതൊക്കെ പറഞ്ഞു. പറ എന്തോന്ന്. നീ എനിക്ക് കള്ള് തരത്തില്ലല്ലോ, ഞാൻ പറയത്തില്ല. അണ്ണാ എന്തു വെച്ചാടാ? അല്ല ഇടയ്ക്കിടയ്ക്ക് ഇതിനകത്ത് കേറി നെഞ്ചൊക്കെ പോയി. അത് നമുക്ക് വേറെ വാങ്ങിക്കാം. എന്തുവാ? നെഞ്ചൊക്കെ പോയെന്ന് പറഞ്ഞു. അതല്ലെന്ന്, എന്റെ നെഞ്ചൊക്കെ അങ്ങ് പോയെന്ന് പറഞ്ഞതാ. അണ്ണാ എടാ, എന്ത് പറ്റിയടാ? നിനക്ക് കുഴപ്പമില്ലണ്ടാ? ദൈവമേ, എടാ നിന്റെ വീട്ടുകാരെ വിളിക്കട്ടാ? വേണ്ട വേണ്ട. നീ ആംബുലൻസ് വിളിക്കട്ടാ? വേണ്ട വേണ്ട. ഈടാ കുറച്ച് വെള്ളം തട്ടാ? വേണ്ട. ഈടാ ലോല, പിന്നെ എന്ത് വേണോ നിനക്ക്? ചാവുന്നതിന് മുന്നേ. ചാവുന്നതിന് മുമ്പേ ആ സിസിലി എന്തിനു പറഞ്ഞത് എന്നെ കുറിച്ച്? വലിച്ച് ചാവാൻ കിടക്കുന്ന അവന് വെള്ളം വേണ്ട. ചിച്ചിലി എന്തൊരു പറഞ്ഞെന്ന് അറിയണോ? എടാ, ചിച്ചിലിനെ പറയാ ഇനി മേലാ നടക്കരുതെന്ന് അവള് പറഞ്ഞത്. അവൾ അങ്ങനെ പറഞ്ഞു. പോയി പെണ്ണ് കേട്ടടാ. എന്നാ അവിടുത്തെ പോയി പറ, എനിക്ക് കിടക്കൊരു പെണ്ണ് സെറ്റായി, ഞാൻ പെണ്ണ് കാണാൻ പോണെന്നുണ്ട്. ഇച്ചിരി കള്ളു കാണാൻ. കള്ളി ഞാൻ തരൂല. ഇച്ചിരി കള്ളു കാണാ. കള്ള് തരത്തില്ല. വേണ്ടടാ, നിന്റെ കള്ള എനിക്ക് വേണ്ട. നിന്റെ ഒരു കൂട്ടുകാരുണ്ടല്ലോ, നിന്റെ കൂട്ടത്തുണ്ടായിരുന്നിട്ട് കള്ളി എത്താൻ നടന്നിട്ട് ഗൾഫിൽ പോയ ദേവൻ, അവൻ വന്നിട്ടുണ്ട്. അവൻ എന്തായാലും ഗൾഫിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടാവും. ഞാൻ അവന്റെ കള്ള് വാങ്ങിച്ചു കുടിച്ചോളാം. ഇതാര് പറഞ്ഞു ദേവൻ വന്നെന്ന്? അവൻ വന്നവൻ. നിങ്ങൾക്ക് ഒരു തുള്ളി കള്ള് തരാന്ന് വെച്ചാൽ ദേവന്റെ പേര് പറഞ്ഞോണ്ട് നിങ്ങൾക്ക് ഒരിക്കലും അവന്റെ ആ ജന്മ ശത്രുവാണ്. എന്താണ് നിനക്ക് എത്ര ശത്രു? അവൻ ഗൾഫിൽ പോയെന്ന് എന്നെ പറ്റിച്ചിട്ട്. ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവൻ ഇവിടെ അങ്ങനെ വന്ന അവന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. കന്നിമാസം വന്നോണ്ണ എന്താ അങ്ങനെ ചോദിച്ചാ? ഓട്ടത്തിൽ കിടന്ന് പട്ടി ഇറങ്ങണ്. ആ കുരയ്ക്കുന്നുണ്ടല്ലത്. ഞാൻ തന്നെ ദേവൻ തന്നെ. എന്താ കൈ ഇങ്ങനെ വെച്ചേക്കുന്നേ? ഗൾഫുകാരനല്ലേ, അല്പം പത്രാസ് ഇരുന്നാലെന്താ? അങ്ങനെ കുറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ദേവൻ തന്റെ സ്വന്തം നാട്ടിൽ കാലുകുത്തി. ഹൈ, ദേവന്റെ നാട്, എന്ത് ഭംഗി, എന്ത് സുഗന്ധം. അതവിടെ പശുവിനെ കെട്ടിക്കുന്ന അതിന്റെ വാടയാണ് പോലും. എടാ, നിന്റെ കൂട്ടുകാരനല്ലേടാ, ഒന്ന് മുഖത്തോട് മുഖെങ്കിലും നോക്കടാ ഇറക്കാ. ദൈവമേ, ഡയലോഗായിട്ട് മറന്നു. എന്നെ രണ്ടുപേരും മറന്നില്ല. ഗദ്ഗതം. എന്താ? എന്റെ ഗദ്ഗതം. അത് പറ. ഗദ്ഗതം. ഗൂഗിൾ
ഗദ്ഗതത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞു തരൂ. സങ്കടം. ഇടേ ഇങ്ങനെ സങ്കടപ്പെട്ടോണ്ട് നിൽക്കാതെ എന്തെങ്കിലും അവന്റെ അടുത്ത് മിണ്ടാതെ ഇറക്കാം. എന്തെങ്കിലും ഒന്ന് പറഞ്ഞാ എന്തെങ്കിലും പറ. എന്തോ വർത്താനോളിയാ നീ സംസാരിക്കണത്? ഞാൻ പറയൂടാ. എന്തോ ഈ അറബി ഒരു വിസ വന്നപ്പോ നീ അങ്ങനെ എന്നെ കളഞ്ഞിട്ടൊക്കെ പോയില്ലേടാ? എന്റെ അണ്ണാ, ഒരു വിസ വന്ന് രണ്ടുപേർക്ക് പോകാൻ പറ്റുമോ? നിന്റെ കൂട്ടാനല്ലേ പകുതി കൊടുത്തൂടെ? ഓ അവിടെ എടാ, ഇതേപോലത്തെ പന കയറാനല്ലേ ഞാൻ പോയത്? പിന്നെ? ഈന്തപ്പന കയറാനല്ലേ ഞാൻ പോയത്? നീ മനഃപൂർവ്വം കൊണ്ടുപോകത്തയാ? നിനക്ക് ഇതുവരെ പിണക്കം മാറിയില്ല? മാറിയിട്ടില്ല. എടാ പാവല്ലേടാ ഇറക്കാവായി. ഇവൻ എന്നോട് പിണക്കം മാറാൻ വേണ്ടി ഞാൻ ഇവനൊരു സർപ്രൈസ് സമ്മാനം കൊണ്ട് വന്നിട്ടുണ്ട്. എനിക്ക് നിന്റെ ഒരു സമ്മാനം വേണ്ട, തന്നതൊക്കെ മതിയേ. നിനക്ക് വേണ്ടേ? വേണ്ട. ഞാൻ പിന്നെ അണ്ണന് കൊടുക്കും. അയ്യോ എനിക്കാ? ഭയങ്കര വിലയുള്ള സാധനം, അറബികൾ മാത്രം ഉപയോഗിക്കുന്നതാണ് കേട്ടോ. എന്താണ്? നല്ല വില കൂടിയതാണ്. പറ. അറബിയിൽ അത്തറ്. എനിക്ക് അല്പം പണത്തിന്റെ കുറവുണ്ട്. ഞാൻ ഇവന്റെ ശാല ഓസിനൊക്കെ കള്ളു കുടിക്കും എന്നും പറഞ്ഞോണ്ട് വല്ലവന്റെ നിക്കറ എനിക്ക് വേണ്ട. നിക്കറ് എങ്ങനെയാ പറയാം? അത്തറ് എന്നെ അങ്ങനെ കാണരുത്. ഈ മണമുള്ള സാധനമൊന്നും. അത്രയായിരുന്നാ? അയ്യോടേ എന്തോ എസ് ഐയുടെ കോള്. അതിന്റെ എസ് ഐ വിളിക്കുന്നേ? അത് ഞാൻ പശു കൊണ്ട് കെട്ടിയിരിക്കുന്നിടത്ത് നിന്ന് അഴിച്ചോണ്ട് പോകുമ്പോൾ നാട്ടുകാർ സ്റ്റേഷനിൽ വിളിച്ച് പറയും. അപ്പൊ എസ് ഐ എന്നെ വിളിച്ചു പറയും. അതാണ് ക്ലൂ. ഞാൻ ചെന്നില്ലെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ പശു ചൊരത്തൂല. പശു വരത്തൂലേ? പശു ചൊരത്തൂലെന്നല്ല, എസ് ഐ എനിക്കിട്ട് ചൊരത്ത്. ഞാൻ കൊല്ലി ഇവനെ കൂടി വിളിച്ചോണ്ട് പോ. ഇവിടെ കിടന്ന് ബേളം വെക്കാണ്. ഒന്നല്ലേ കൂട്ടുകാരന്മാരെല്ലാം ആളെ കൊണ്ട് പറയിക്കാൻ വേണ്ടിട്ട്. എടാ പോടാ. ആ അവിടെ അടി. അടി. ആ രതിലയം ലയന സംഗീതത്താളം ചിരകൾ തോറും കൊറക്റ്റ് ജയനളിയാ. എന്തൊരു പിണക്കോടാ നിനക്ക്? എനിക്ക് പിണക്കമുണ്ട്. നീ എന്നെ പറ്റിച്ചിട്ട് പോയില്ലേ? ഇവിടെ അങ്ങനെ പറ്റിച്ചിട്ട് പോയൊന്നുമല്ല. ഞാൻ അവിടെ പോയി ഒന്ന് പച്ച പിടിച്ചിട്ട്, നിനക്കറിയാവോ, നിനക്കൊരു വിസയം കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നേക്കണത്. സത്യം? ഓളിയാ വിസ കൊണ്ടുവന്നിട്ടുണ്ടോ? വിസ പോരാത്തുള്ളൂ. കണ്ട എന്തോ സ്കോച്ച്. എനിക്കൊന്നും വേണ്ട. എന്താ നീ ചുമ്മാ പറ്റിക്കലായിരിക്കും. ഇല്ലടാ, ഇതിൽ നിന്ന് ഒരു പെഗ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ 6 പെഗ് അടിക്കുമ്പോൾ ഞാനൊക്കെ ഇതിന്റെ ഒരു ഫുൾ ഒറ്റ കടിക്കൂലേ. അയ്യോ. പിന്നെ എനിക്ക് നമ്മളെ വിളക്കൊക്കെ മാറിയല്ല. ഏതായാലും നിന്റെ വിളക്കം മാറിയോ? എന്റെ പിണക്കം മാറി. അപ്പൊ എനിക്കും എന്റെ മൂടൊന്ന് മാറ്റണം. ഇത് അത്യാവശ്യം കുഴപ്പമില്ലല്ലോ. പിന്നെ അതല്ലെങ്കിൽ നമ്മളെ പിണക്കത്തിന് മൂടില്ലേ, അതൊന്ന് മാറ്റണം. ഇത് അടിക്കാം. നമുക്ക് രണ്ടുപേർ കൂടി തന്നെ അടിക്കാം. ഞാനിത് അടിക്കുന്നില്ലേ. എത്ര വർഷമായി ഗൾഫിൽ പോയിട്ട് വന്നിട്ട് എനിക്ക് നീ ചെത്തിയ കള്ള് വേണം. കള്ളു വേണം? കള്ളി അങ്ങോട്ട് തരാ. അതൊക്കെ അവിടെ നമ്മള് ഗൾഫിൽ പോയി നമ്മൾ രണ്ടുപേരും പറന്ന് വലിയ സെറ്റപ്പിലാവൂലിയാ. എനിക്കാവണം. ഒഴിയളിയാ അങ്ങോട്ട് നിന്റെ കള്ള് കുടിക്കട്ടെ. എനിക്ക് പത്തനംതിട്ട പെണ്ണ് വേണ്ട കേട്ടോ. ഞാൻ ദുബായിക്ക് പോവാണല്ലോ. അപ്പൊ അവിടെ ഏതെങ്കിലും ഒരു സെറ്റപ്പ് കിട്ടും. അങ്ങനെ ഞാൻ അതിനെ കെട്ടിക്കോളാം കേട്ടോ. എനിക്ക് വേണ്ട. ഗൾഫിൽ പോണം. അപ്പൊ എന്തൊക്കെ വാഗ്ദാനം കണ്ടോ? എനിക്കറിയാം. അവൻ പറ്റിച്ചിട്ട് അങ്ങ് കടന്നു കളഞ്ഞ്. അയ്യോ, അവൻ കണ്ട 2 കാലൂരി വെച്ചിട്ട് പോയല്ലോ. ഇതെവിടെ പോയി? കാലല്ല ബാലൻസ് ഉണ്ടോ? ദൈവമേ, പേര് മാത്രമേ ഉള്ളൂ. ദേവൻ അസുരനെ കണക്ക് കിടക്കുന്നുണ്ട്. ഇത് എവിടെ ഇട്ട് കുലിക്കായവ ഉണരും. തിരിഞ്ഞാണ്. എഴുന്നേക്ക്. എന്റെ അമ്മോ, ഇതിനെന്തോ ഒരുപാട് കിടക്കണ. എന്തൊരു വെയിറ്റ് അവന്. അയ്യോ, കടൽ തീരത്തൊക്കെ തിമിംഗലം വന്ന് അടിഞ്ഞതുപോലെ കിടക്കണ കണ്ട. എനിക്ക് പെണ്ണ് കാണാൻ പോണോടാ. എന്തൊക്കെ പറച്ചിലായിരുന്നു. ഒരു തുള്ളി കള്ളു കുടിച്ചോളൂ കിടക്കണ കണ്ട. എനിക്ക് പെണ്ണ് കാണാൻ പോണോന്ന്. ഈ സ്വർണ്ണക്കട ഇവിടെ ഇട്ടിട്ട് പോകാനും വരില്ല. അവൻ വന്ന് വല്ല അടിച്ചോണ്ടും പോവും. ഒരു കാര്യം ചെയ്യാൻ വരുമ്പോ ഉണരുമ്പോ തരാന്ന്. ഓ, ഇതൊന്നും ഉരത്തുമില്ല. ഇങ്ങട് നോക്കട്ടെ. കള്ള കള്ള അതുകൊണ്ട് അവിടെ ഇരിക്കുന്ന കള്ള് വേണമെങ്കിൽ എടുത്ത് കുടിച്ചോ. കള്ള നീ പറഞ്ഞ പോലെ ചെയ്തല്ലേടാ. എന്തുവാ? എടാ, ഈ പാവത്തിനെ നീ കൊന്നല്ലേടാ. പിന്നെ നീ അവന്റെ സ്വർണ്ണം എന്താ മോടിക്കണത്? അയ്യോ, അത് അവര് കൊടുക്കാൻ വേണ്ടി മേടിച്ചത്. അവനെ കൊന്നില്ല നീ? ഞാൻ കൊന്നില്ല. അവര് ജീവനുണ്ട്. നാട്ടുകാരെ, ഇവന്റെ കൂട്ടുകാരനെ അയ്യോ, തൊണ്ടേ വേന എടുക്കണം. ദൈവമേ, നാട്ടുകാരെ വിശ്വസിക്കല്ലേ. ഞാൻ കൊന്നതല്ലേ. അവന്റെ സ്വർണ്ണം ഒന്ന് സേഫ്റ്റിക്ക് വേണ്ടി എടുത്തിട്ടതാണ്. ഞാൻ കൊന്നതൊന്നുമില്ല. ഇവൻ ചുമ്മാ കള്ളം പറയണേ. നാട്ടുകാരെ, ദൈവമേ, വന്നവനും നിന്നവനും കൊള്ളാം. ഒരുത്തന്താ കള്ളു കുടിച്ച് കിടക്കുന്നു. ഒരുത്തന്താണ്ട് വെള്ളം എന്ന് പറയും സ്കോച്ച് എടുത്ത് കുടിച്ചിട്ട് കിടക്കുന്നത്. അണ്ണ, സോമണ്ണ, സോമണ്ണ എഴുന്നേക്കണ്ണ. ഞാൻ പറയണ കേക്കണ്ണ. അണ്ണ എഴുന്നേക്കണ്ണ. അണ്ണ, എന്താടാ ഇത്? ബോധം കെട്ട് കിടക്കണ്. ആര് ബോധം കെട്ടാന്ന്? ഏള് സോമ, എഴുന്നേക്ക് സോമ. പറഞ്ഞ ദേവൻ അതല്ലെന്ന് ഗൾഫ് ദേവനെന്ന്. നിന്നെ ഇവൻ കൊന്നടാ. ആര്? ഇവൻ കൊന്നെന്ന്. എന്നെ കൊന്നാരാ നീ? ഞാൻ
വന്നത്? എടാ എന്തിനാ പെടുത്തോടിച്ച് ഇവൻ ചുമ്മാ പറയണെങ്ങേര് കള്ളമല്ലാന്ന് നിന്നെ ഇവൻ കൊന്ന് നിന്റെ സ്വർണ്ണമെല്ലാം നോക്കി ഇവന്റെ ധൈര്യത്തിൽ കിടക്കണണ്ട. ആളിയ നിന്റെ എടാ, ചോദിച്ചാൽ ഞാൻ തരൂല. എന്താടാ എന്തിനാടാ എന്നെ കൊന്നിട്ട് എന്റെ സ്വർണ്ണമൊക്കെ നീ എടുത്തത്? അല്ല നിന്റെ സേഫ്റ്റിക്ക് വേണ്ടി എടുത്തതാ. എന്റെ സേഫ്റ്റിക്ക് വേണ്ടി ആ. ഊരടാ ഊര്. ഏതായാലും ആത്മാവായി സ്വർണ്ണം ഇട്ടേ ഞാൻ ഗൾഫിൽ പോകണുള്ളൂ. അപ്പൊ നിനക്ക് വേണ്ടിയാണ് അല്ലടാ ഞാൻ വിസയം കൊണ്ടുവന്നത്. ഇനി നീ ഗൾഫ് കാണൂല. നമുക്ക് പോണ്ടേ? നീ ഒരു ഉണ്ടാക്കലേ ഇവിടെ കിടന്ന് നീ പന കയറി തലയിക്കോടാ. നിനക്ക് തരൂല ഞാൻ ഇങ്ങനെ കൊണ്ടുപോകും. എന്നെ ആ ഗൾഫിൽ പോകാൻ താല്പര്യമുണ്ടാ? പിന്നെ പാസ്പോർട്ട് ഉണ്ടാ? ഉണ്ടല്ലോ. അത് മതി. നമ്മൾ രണ്ട് ഗൾഫിൽ പോകൂടാ. ആ സന്തോഷത്തിൽ ഓരോ നടിച്ചല്ല അടിക്കണം നമുക്ക്. കുടി എനിക്കൂടെ താ. ദേവാ ഓ വയല. വാ അയ്യോ എന്നെ ഒറ്റയ്ക്ക് ക്ലൈമാക്സ് എന്റെ മണ്ടേ തന്നിട്ട് രണ്ടും ഒരു നൈസിനങ്ങ് വലിഞ്ഞ് ഞാൻ എന്തോ പറയുമോ? ഏയ് ആര്? എങ്ങോട്ടോക്കടാ? എന്താടാ പനെ? ഞാൻ തന്നെടാ. എന്തുവാ? നീ ഒറ്റയ്ക്കല്ല, ഞാനും ഉണ്ട്. എന്തോ പറ. നേരത്തെ നീ പറഞ്ഞില്ലേ കൂടപ്പറപ്പെന്ന്. ആ പറടാ കൂടെ പറപ്പേ. കൂടപ്പറപ്പിന്റെ രീതിക്ക് ഒരു അനിയന്റെ അടുത്ത് ഞാൻ പറയാണ്, പറ. മദ്യപാനം മാത്രമല്ലടാ ഹാനികരം, പിന്നെ ഇതുപോലുള്ള കൂട്ടുകെട്ടും ഹാനികരമാണടാ. എടാ പനെ നീ പറഞ്ഞത് കറക്റ്റ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.